നമസ്കാരം. ഞാൻ ഇപ്പൊ ജോലി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. വർക്ക് ഡ്രസ്സിനാണ് ഞാൻ. ജോലി അടിപൊളിയായിരുന്നു. വലിയ സീനൊന്നുമില്ല ഇന്ന് ജോലിയിൽ. എന്താ പറയാ, പുഷിംഗ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ 10 മണിക്കൂർ 12 മണിക്കൂർ അവിടെ പോയി നിൽക്കുന്നതാണ് ഒരു സംഭവം. പിന്നെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ട്രക്കിൽ ഇരിക്കാൻ പോയിട്ട് ഈ ചൂടെല്ലാം കൂടുമ്പില്ലേ വലിയൊരു സീനൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനും പ്രസാറിനുള്ളിലോട്ട് നമ്മളിങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങളോട്. പിന്നില്ലേ എന്ത് ഐശ്വര്യല്ലേ വണ്ടി കാണാൻ. ശരിക്കും അല്ലേ, ലുക്കും അതിന്റെ ആ റിച്ച്നെസ് എല്ലാം വിട്. ഒരു ഐശ്വര്യം ഇല്ല വണ്ടി കാണാൻ. നമ്മളെ വണ്ടിയായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയായിരിക്കും, പക്ഷെ ആ വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഇല്ല എനിക്ക് ആ വണ്ടിയോട്. ബാക്കി ഒരു വണ്ടിയോട് എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. ഉള്ളത് പറയാലോ, ബൈക്കിനോട് വരെ എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷെ പിന്നില്ലേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മള് ഇപ്പൊ വൈദ്യം തുടങ്ങിയത് എത്ര നാളായിടാ? ഇപ്പൊ നമ്മള് വൈദ്യം തുടങ്ങിയിട്ട് എത്ര നാളായി ചേട്ടാ? 5 വർഷം. 5 വർഷം? 5 വർഷമായില്ലോ. 5 വർഷമായിട്ട് കോവിഡ് സമയത്ത്. അപ്പൊ 5 വർഷമായി. 5 വർഷത്തിന്റെ ഒരു ജേണി. നമ്മൾ തുടങ്ങുമ്പം വെറുതെ ഒരു വ്ളോഗിൽ തുടങ്ങി, റിയാക്ഷൻ വീഡിയോസായി വീടിന്റെ ഹൗസ് ടൂറും പരിപാടിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് പെട്ടെന്നൊരു അടിച്ചേറ്റുണ്ടായി നമുക്ക്. പ്രാങ്ക്, ചലഞ്ചസ്, ആ ഒരു ഇറയുണ്ടായിരുന്നു, ആ ഒരു ടൈം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയി ലൈഫ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വ്ളോഗും മാറി, വ്ളോഗിൻ്റെ കണ്ടന്റ് മാറി, അത് മാറി. ആൾക്കാർ കാണുന്നത് മറ്റേതൊക്കെ പറഞ്ഞാൽ ഇടുമ്പോൾ തന്നെ 100K 200K അങ്ങനെ അടിച്ചടിച്ച് കയറുന്ന ടൈം ഇപ്പം നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന 10-20,000 ആൾക്കാർ അല്ലെങ്കിൽ 30,000 ആൾക്കാരാണ് സംഭവം കാണുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെന്ന് അറിയാം. നമ്മളൊരു സ്റ്റൈല്, നമ്മൾ സംസാരിക്കുന്ന ഒരു സ്റ്റൈല്, നമ്മുടെ ആക്ഷൻസ്, നമ്മളെ എന്താ പറയുക റിയാക്ഷൻസ്, നമ്മൾ ചെയ്യുന്നതും നമ്മൾ കളിക്കുന്നത്, തമാശ കളിക്കുന്നതും, അതുപോലെ തന്നെ എല്ലാ പരിപാടിയും നിങ്ങൾക്ക് അറിയാം. പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ഇതൊന്നും വ്ളോഗിന് വേണ്ടി ചെയ്യുന്നതല്ല. ഇതൊന്നും വ്ളോഗിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വരും, അപ്പോൾ കുറേ ലൈക്ക്, അങ്ങനത്തെ ഒരു പരിപാടി ഇടില്ല. നമ്മളെങ്ങനെയാണോ ജെനുവിനിറ്റി അതേപോലെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സും അതെ, അവരൊന്നും വ്ളോഗിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും നിൽക്കൂല. എല്ലാവരും ജെനുവിനാണ്. അച്ഛനായാലും അമ്മയായാലും എല്ലാവരും ഭയങ്കര ജെനുവിനായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇവൻ കുറച്ച് ഓവറാണല്ലോ, അല്ലെങ്കിൽ ഇത് പോരല്ല, ഇവൻ ഇങ്ങനെയല്ല മറ്റേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേറെ ചാനൽ കണ്ടുപിടിക്കാം കേട്ടോ. ജെനുവിനായിട്ട് പറയണം. നിങ്ങളുടെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ആൾക്കാരാണ്, അവർ മാത്രം കണ്ടാൽ മതി. നമുക്കിത് മറ്റേ എന്താ നമുക്ക് കോടികൾ ഉണ്ടാക്കാം യൂട്യൂബ് കൊണ്ട്, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പോൾ കാണുന്ന കുറച്ച് ആൾക്കാരെ ഹാപ്പി ആക്കുക, അവരൊന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ഫ്രീ ആയിരുന്ന് വ്ളോഗെല്ലാം കാണുക, ഒന്ന് ചിരിപ്പിക്കുക, അവരെ സ്ട്രെസ്സായിട്ടുള്ള ലൈഫിൽ നിന്ന് കുറച്ചൊരു സമാധാനം വരുത്തുക. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടി മാത്രമേ ഇല്ല കേട്ടോ നമുക്ക്. അല്ലാണ്ട് വേറെ വലിയ കൊമ്പത്തെ ഇതൊന്നും പരിപാടിയൊന്നുമില്ല. നമ്മളല്ലാണ്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് സൈഡിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വ്ളോഗും യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഫൺ, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫൺ സൈഡ് മാത്രമാണ്. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഒന്നും ചിലപ്പോൾ ഇന്ന് കിട്ടൂല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം പൈസയായിട്ടോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ കിട്ടുകയും ചെയ്യില്ല. ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് മോട്ടിവേഷൻ കിട്ടും, ചിലപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കിട്ടും. അത് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളാണ് നമ്മളെല്ലാം കേട്ടോ. പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അല്ല ശ്രീതി? അതെ. അല്ല പിന്നെ വേറൊന്നും പറയണ്ട. നമുക്ക് ആ ലൈസൻസ് പ്ലേറ്റ് ഇല്ലേ ഫ്രണ്ടിൽ വെക്കണം, ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും. കാര്യമായിട്ട് പറയില്ല, അത് വെക്കണമെങ്കിൽ മറ്റേ ഇതിലാണ്. അത് പിന്നെ അങ്ങനെയല്ലല്ലോ നമ്മള്. ശരി അല്ല, നമ്മൾ ഇന്നങ്ങനെയാന്നാ. ഇന്ന് എല്ലാരും ഫുട്ബോൾ കളിക്കാറുണ്ട്. 9 ആൾക്കാർ വോട്ട് ചെയ്താ. 9 6 എത്ര ആൾക്കാർ വോട്ട് ചെയ്തു? 7 ആളാ വോട്ട് ചെയ്തില്ല, പക്ഷെ 2 പിള്ളേരും ഇല്ലേ. 9 ആൾക്കാർ കളിക്കാൻ. എന്റെ അമ്മോ, ഇന്നലെ 9 അല്ല, ഒരു ടീമിൽ 5 ഉണ്ടായിനി. ഞാൻ ക്യാമറമാനായിട്ട് കുറച്ചു നേരം നിന്നിട്ടേ. റിയലി? ഇന്നലെ 9 അല്ലേ? പക്ഷെ പുരോഗമനം ഉണ്ട്. ഇന്നെന്തുകൊണ്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളല്ല ഗൈസ്, നമ്മൾ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് കഴിയുമ്പോൾ ആ പിള്ളേർ വരും, നമ്മളെല്ലാവരും കൂടി ഫുട്ബോൾ കളിക്കുന്നു, രസമാക്കുന്നു, ഫണ്ണാക്കുന്നു. നാളെയും കൂടി എനിക്ക് ജോലി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ശനിയും ഞായറും ലീവായിരിക്കും. ആ ശനിയും ഞായറും നമുക്ക് എന്ത് ചെയ്യണം? ആ പ്രോഗ്രാം ഫുള്ള് ഷൂട്ട് ചെയ്ത് തീർക്കണം, ഫിനിഷ് ചെയ്യണം. അത് ഷൂട്ട് ചെയ്ത് തീർക്കണം. അതിൻ്റെ എഡിറ്റിംഗ് പരിപാടി ഉണ്ട്, അതിൻ്റെ വെബ്സൈറ്റ് ആക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. പക്ഷെ രസമാണ്, എക്സൈറ്റഡ് ആണ് ഞാൻ പുതിയൊരു സംഭവത്തിന്.
ആണോ മൂന്നവര് പറയല്ലോ അല്ല ഒന്നുമില്ല. അച്ഛൻ കണ്ട അച്ഛനൊരു പാക്കേജ് ഓർഡർ ചെയ്തതാണ്. അതില് ഒരു മുട്ടായിന്റെ കവർ മാത്രം. മുട്ടായി പോലും ഇല്ല. എന്നിട്ട് അവര് സോറി പറഞ്ഞിട്ടൊരു ലെറ്ററില് കവർ ഇട്ടിട്ടുണ്ട്. ഉത്തരത്തിന്റെ ഭാഗമാണ് പൊളിച്ചു സാധനം. അത് ഡാമേജ് ആയിരുന്നു എന്നാ പറഞ്ഞവര്. ഇത് അമ്മ മന്തി തന്നെ പറഞ്ഞാക്കിയത് എന്തോ ആയിട്ടുണ്ട്. മന്തി എന്ന് പറഞ്ഞിട്ടാക്കിയതല്ല, ബിരിയാണി എന്ന് പറഞ്ഞിട്ടാക്കിയതാ. ഞങ്ങൾക്ക് എന്തോ മന്തിയുടെ ഒരു മുട്ടായി കവറ് കൊടുത്തുവിട്ടത്. അതിന് അച്ഛൻ പഴയത് ഓർഡർ ചെയ്യുന്നോണ്ട് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ലെന്നാണ്. ഡ്രിൽബിറ്റാണ് ഒരു ഡ്രിൽബിറ്റോന്റെ ഒരു പരസ്യം കണ്ടപ്പോൾ ഞാൻ പരസ്യം ഫേസ്ബുക്കിൽ ഓർഡർ ഇല്ല. പക്ഷെ അതേ സാധനം ഞാൻ ഇത് ആമസോണിലോ ഈബേലോ നല്ല നല്ല ബിരിയാണി കിട്ടുന്നമ്മ. ടേസ്റ്റ് ഇല്ലടാ, പിന്നെ അടിപൊളിയല്ലേ? പിന്നെ എങ്ങനെയുണ്ട്? രസമില്ലേ? നല്ല ഞാൻ അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ മോരും വെള്ളം. അധികം ബിരിയാണി ചോറിന് ഇത്രയും മസാല ഉണ്ട്. അത് മിക്സ് അല്ലേ ബിരിയാണി എന്ന് പറയുമ്പോൾ, ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാ. പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയത്. രസമുണ്ടല്ലോ. രസമില്ലേ? പിന്നെ ഒരുപാട് ഓയിൽ ഉപയോഗിച്ചില്ല. കുക്കറിൽ ചിക്കൻ വേവിച്ചു. എന്നിട്ട് നിനക്ക് വന്ന് കഴിച്ചാ ഞാൻ കഴിക്കില്ല, ഞാൻ നേരത്തെ കഴിച്ചാൽ. ഞാൻ എന്താ പോവാൻ നോക്കട്ടെ. ഇന്നലെ കാണുന്നതിൽ ഒരു കുറച്ച് വ്യത്യസ്തമായ ഒരു മുഖമല്ല ചേട്ടന്. ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എന്തുകൊണ്ടാ അടിച്ച അങ്ങനെ? ജസ്റ്റ് ഒറ്റ മൈൻഡ്. യെസ്, ഒറ്റ മൈൻഡ്, കൂടുതൽ ആലോചിച്ചില്ല. ചുമ്മാ അങ്ങോട്ട് അടിച്ച് വിട്ടില്ലേ? നൈസ് ആട്ടാ, കാണാൻ രസമുണ്ട്. എനിക്ക് ഇവിടെ കൂടി മറ്റേ ജോലൈൻ സെറ്റ് ആക്കിയല്ലേ? സെറ്റ് ആയിക്കല്ലേ ഒക്കെയല്ലേ ഇതൊക്കെ വെച്ചിട്ട്. ഇവന്മാരെവിടെ കളിക്കാൻ വന്നില്ല? അജയന് ഗേൾഫ്രണ്ട് എല്ലാം സെറ്റ് ആവുക പെട്ടെന്ന്. ആ ചിരിയൊന്നും പാടില്ല. എനിക്ക് 2-3 ആൾക്കാർ മെസ്സേജ് അയച്ചിനി അജയ് സിംഗിൾ ആണെന്നല്ല ചോദിച്ചു. ബ്രോ നോ ബ്രോ നോ ബ്രോ ബ്രോ എന്താ അതിന് പറയാനില്ല? എന്താ എന്റെ DMs ഓപ്പൺ ആണ്, ഉത്തരം പറ. അവരോടും ചോദിക്കാം. സോറി ഗായ്സ്, ഇൻസ്റ്റഗ്രാം താരിടാം. ഐം സോറി ഗായ്സ്. ഒന്നുമില്ല ഗായ്സ്. ഗൈസ്, അജയേട്ടൻ കുറച്ച് ലേറ്റ് ആയി. തനുസേട്ടനുണ്ട്, പിന്നെ ചെക്കന്മാര് 2 ആളും ഉണ്ട്. ഏട്ടന് മറ്റേ പിന്നെ ജോലിന്റെ മീറ്റിംഗിലുണ്ട്. ഏട്ടൻ കുറച്ച് ലേറ്റ് ആണ്. ഏട്ടൻ ഇപ്പൊ എത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളി തുടങ്ങാം. തേച്ചല്ല, എല്ലാരും പതിവ് പോലെ തേച്ച്. അഭിജിത്താണ് തേച്ചത്. അഭിജിത്തും തേച്ച്. ഋഷോൺ ആണെങ്കിൽ കിടന്ന് ഉറക്കം. ബ്രോ വരുന്നില്ല പറഞ്ഞാ? ഫോൺ എടുത്ത് കുറച്ച് താമസം എടുക്കും. അജയേട്ടൻ ലുക്കായി ചേട്ടാ. എനിക്ക് വയ്യ. ഞാൻ എത്താൻ കുറച്ച് വൈകി. അഭിജിത്ത് ചതിച്ചു, ഋഷോണും ചതിച്ചു അല്ലേ? നീ ഞങ്ങൾ അല്ല ഗോളാ സമ്മതിച്ചു. 5-0 എന്നാലും. എത്തിന്റെ ഭാഗത്താ 5-0 എന്നാലും. 5-0. 5-0 മച്ചാ കുഴപ്പമില്ല. നമുക്ക് പേടിയുണ്ടോ? വിവരം. ഞാൻ കുറച്ച് എത്താൻ ലേറ്റ് ആയി പോയി. പിന്നെ ആ ഫോം കിട്ടിയില്ല. എനിക്ക് കുറച്ച് മീറ്റിംഗ് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു. ടീം മാറ്റുന്നാ വാശിപ്പുറത്തില്ല അളിയാ. ഈ ടീം തന്നെ ടീം മാറ്റുന്നില്ല. ഞാനും ശ്രീഹരി അജയും ചെക്കനും കൊടുകൈ അല്ല. പിന്നെ ഞാനും ബാക്കിലുണ്ടാവും. കളിക്കട്ടെ. എടാ വാടാ സപ്പോർട്ടാടാ. ബാക്കുണ്ടേ? ആരും കണ്ടില്ല. കിട്ടും. ഇവരെ പൂട്ടി. ഫുട്ബോൾ ഇന്നലെ കുറേ നേരം കളിച്ചോണ്ട് ഇന്ന് കുറച്ച് എടുത്തില്ലു. പക്ഷെ കുറച്ച് കളിച്ചു. ആദ്യത്തെ കളി അവർ ജയിച്ചു, രണ്ടാമത്തെ കളി നമ്മൾ ജയിച്ചു.
രണ്ടല്ലേ യാ ബ്രോ ടൈറ്റ് കളിയായിരുന്നു. ജയിച്ചു. എന്റെ മോനെ ടയർഡാണ്, ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്. കുറെ പേര് തേച്ചു. അതാരല്ല അബീത്ത് റിഷോൺ വോട്ട് ചെയ്തില്ലാടാ അവര്. അഭിജിത്ത് വോട്ട് ചെയ്തിട്ട് വന്നില്ല, ഋഷഭം വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്തില്ലേ? അതിനെന്ത് പറ്റി? അവന് വയ്യ റെസ്റ്റ്. അവൻ ഗതായി ജഡയായി പോയി. ജഡ അവൻ വീട്ടിൽ തന്നെ അല്ലേ, പിന്നെ എന്തിനാ റെസ്റ്റ്? നീ ഇത് കാണുകയാണെങ്കിൽ എന്താ വരാത്ത? ഇന്ന് മറ്റേ ഇതെല്ലാം ജോബ് ഫെയർ. ഞാൻ ജോബ് ഫെയർ പോയാലോ? രാവിലെ ജിമ്മ്, ജോലി, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രണവിന്റെ ബാക്ക് കൂടി കാണിച്ചു കൊടുത്തേ. ഇതെന്നാ എന്ത് പ്രണവിന്റെ ബാക്ക് കാണിച്ചോട്ടെ. കൺസിസ്റ്റൻസി ഇതേതാടാ ഇത്? ഇത് നമ്മള് ഇതെപ്പോ വാങ്ങി? നിങ്ങളുണ്ടായില്ല ബ്രോ. അതല്ലേ നമ്മളില്ലായിരുന്നു. എന്നാ ഞാൻ വാട്സാപ്പിലില്ലായിരുന്നു, ഞാൻ ഗ്രാജുവേറ്റ് ആയി പോയി. എടാ എന്താ അവസ്ഥ? ഓ എന്നാ പറയാനാ നമുക്ക് എഫറാക്ട് കിട്ടാ മറന്നുപോയി. അത് പിടിക്കും. അതിന്റെ പറ്റില്ല വേറെ സാധനം വരുന്നുണ്ട്. പിന്നെ നമുക്കുണ്ടാ പേടി. സോഡ ബസ് സോഡ ഒറ്റ മൈൻഡാ? ഒരു പപ്സ് ഒറ്റ മൈൻഡാ? സോഡയില്ലേ വീട്ടില് സോഡ പണ്ട് പറയണ്ടായിരുന്നു. ഉണ്ട് ഗൈസ്, നമുക്ക് അടിക്കാം. അല്ലേ നാരങ്ങ ഇല്ല. നാടക വീട്ടിലുണ്ടോ? നാരങ്ങ മറ്റേ ഇവിടെ കിട്ടും. ഇവിടെ ഒരു കടയില്ലേ, പിന്നെ അബിന്റെ ആ വീടിന്റെ അടിയിലെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചേച്ചിനെ വിളിക്കാൻ പോണം. അത് എത്ര മണിക്കാ? 10 മണിക്ക് ഇറങ്ങും. ചേച്ചി ഇന്ന് വണ്ടി കൊണ്ടുപോയിട്ടില്ല. 10 മണിക്കല്ലേ ഇപ്പത്തെ സമയം? 9:57. 10:10 ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങളെ കൂട്ടി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കൂട്ടി വരുമ്പോഴേക്ക് നമുക്ക് നാരങ്ങ മേടിക്കാം. ഓക്കെ. കുറെ നാട് കൂടിയിട്ട് കളിക്കാൻ വന്ന പ്രസിഡന്റ് ഇന്റർവ്യൂ എടുക്കാം. ചേച്ചി എപ്പോഴും ഇറങ്ങണ്ടേ ചേച്ചി? മുടി ഒരാഴ്ച മുന്നേ എന്തിനാ എക്സ്പോസ് ചെയ്തു. ഒരാഴ്ച മുന്നേ നല്ല കളർ, മഴവിൽ കളറിലെല്ലാം വന്ന നല്ല വെളിച്ചം. നാളെ ചിന്തിക്കുന്നൊക്കെ കാണാം. ചൂട് കാരണം ഇതേ അബദ്ധം ഞാനും ചെയ്തു തന്നു. എങ്ങനെയോ കുറച്ച് വന്ന് Bro is not the thinker. അബദ്ധം പറ്റി. മുടിയെല്ലാകുമ്പോ വളരും. മുടിയെല്ലാകുമ്പോ വളരും. വളരെ സംശയമാണ്. ഒരു മാസം ഒരു മാസത്തിനോട് പ്രതീക്ഷ. കുറച്ച് മറ്റേ തൈലൊക്കെ എന്താ വേണ്ട മറ്റേ ഡെർമറോളല്ലേ, മിനോക്സിഡിലൊക്കെ തേച്ചിട്ട്. അത് ശരിയാണല്ലേ? അത് വളരെ ശരിക്കും സൈഡ് എഫക്ട്സ് ഉണ്ടോ? എന്താ ചില ഇടിയൊക്കെ വരും. ഇടിയില്ലേ ഞാൻ ഇന്നസെന്റ് അല്ലടാ. പറയാൻ പറ്റുമോ? Wait a minute, guys. മനസ്സിലായി. അതൊരു ഡിസീസ് അല്ലേ? അല്ല അത് പാരമ്പര്യം കിട്ടുന്നില്ലേ? അല്ല അതൊരു ഇതല്ലേ, മോശല്ലേ അത്? നല്ലതാ, സൈഡ് എഫക്റ്റ് ആണ്. സൈഡ് എഫക്ട്സ് അല്ലടാ അത്, നല്ലതാ. ഡിസീസ് അല്ല. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ശരീരത്തിന് മോശമല്ലേ അത്, അതുകൊണ്ടാണ് സൈഡ് എഫക്ട്സ്. നിങ്ങളെ പണ്ടാര ബൈക്ക് ഓടിച്ചിട്ട് എന്റെ കഴുത്ത് പോയിട്ടാണ്. ഇങ്ങനെ ഓടിച്ചിട്ട് ആവേശം കയറി ഓടിച്ചാൽ 1 മണിക്കൂർ ഒന്നും ഓടിച്ചല്ലേ? കുറേ നേരം ഓടിച്ചു, നല്ല ഒച്ച. ലാസ്റ്റ് റോബിൻ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് റോബിയുടെ ഹാറിൽ ഓടിക്കുമ്പോ അത് സുഖല്ലേ ഓടിക്കാൻ? ഇങ്ങനെ കാർ ഓടിക്കുന്നല്ലോ. റോബിയുടെ ഒന്നും അറിയില്ല. എന്റെ ഇങ്ങനെ ബോഡിയോട് കൂടി ഇങ്ങനെ വരും. മറ്റേ സ്റ്റിഫാ ഭയങ്കര. നമുക്ക് ഗാലക്സിൽ ഒരിക്കലും പോണം. നൈറ്റ് വ്ളോഗ്. അത് പൊളിക്കും. അന്ന് നമ്മളൊരു ദിവസം പോയിട്ട് കാണോ വെള്ളയും വെള്ളം ഇട്ടിട്ട് വരണം. ആവശ്യമുള്ളതുകൊണ്ട് ഭാഗ്യം. ഇതെന്തായാലും കാണും. ടോർച്ച് തന്നെ നോക്കും. ഫ്ലാഷ് അടിച്ചാൽ റിഫ്ലക്ട് ആവും. ഫുള്ള് ബീച്ചിൽ ലൈറ്റ്. ആരാ ഒരു സൂര്യൻ തന്നെ, രാത്രി സൂര്യൻ. ഞാൻ ഇനി നിന്ന കരയുന്നു. ഇനി ഇവിടെ നിന്ന വേലാതെ കരയുന്നത് മുള്ളൻകൊല്ലി കാണുന്നു. ഓ നീ ഈ കോൺവെർസേഷനിൽ ഇല്ലായിരുന്നല്ലോ. നീ ഇപ്പൊ ഇവിടുന്ന് കയറി വന്നു. നീ വേറെ കോളിലല്ലേ ഉണ്ടത്? ചേച്ചി എന്താ പറഞ്ഞേ? ചേച്ചി ഇറങ്ങും, പക്ഷെ വിളിക്കുന്ന പറഞ്ഞ വേണേ ആ ഗ്യാപ്പിന് പോയി മേടിച്ചോണ്ട് വേണമെങ്കിൽ നമുക്ക് ഫോൺ നോക്കി വാങ്ങാടാ.
നാളെ ജോലിയില്ല ഒന്ന്. ചാവി Give me my keys. മസിൽ എന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു ഇന്നെ ഡിസ്ട്രോയ് ചെയ്ത്. ഇന്ന് നിന്നെ ഡിസ്ട്രോയ് ചെയ്ത്, ഇന്നലെ എന്നെ ഡിസ്ട്രോയ് ചെയ്ത്. തെന്നി ആദ്യം എന്നിട്ട് പിന്നെ കാലൊന്നും ഓ മാറ്റി കാല് ഒടിഞ്ഞല്ലേ ചെറുക്കൻ ചെറുക്കനൊരു വെല്ലുവിളി വന്നിട്ടല്ലേ. വളരെ സമ്മതിക്കാൻ പാടില്ല. പക്ഷേ ഇത് മെഗാറ്റിട്ട് അടിക്കാം അടി കൊടുക്കാം. നമുക്ക് ഇതിട്ട് വീഴ്ചാലോ, കാലിട്ട് വീഴ്ചാലോ? ഓ കെൽപ്പാവോ അല്ലേ? എടാ നഡ്മക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാല് പൈസ തരണം കേട്ടാ. ഇവിടെ ഫ്രീ ആയിട്ട് വന്ന് കളിച്ചിട്ട് നഡ്മക്ക് ചെയ്തിട്ട് പോകുന്നല്ലേ? അതെ. ശരിയല്ല അതല്ലേ? ഇൻസൾട്ട് അല്ലേ ഇത്? അതേ മുരളി ഉഷാറല്ലേ? ഇന്നലെ കളിച്ച് വേദന ഉണ്ടോ? ബോഡി പെയിൻ ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഉഷാറല്ലേ? നീയോ? ആ അതാണ്. ആരും വേറെ എല്ലാരും പോയി. പോവാ. നമുക്ക് വിട്ടു പോലെ. എടാ നിന്റെ അച്ഛൻ പോയോ? കൊണ്ടാക്കണം. എടാ അല്ലെങ്കിൽ ഇവനെ പറയുമ്പോൾ ഇവനെയും ഉണ്ടാക്കണം. ഞാൻ അങ്ങോട്ടാ പോണേ. അച്ഛനെവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാം കേട്ടോ. നാളെ കളി അറിയില്ല. നാളെ എനിക്ക് ചിലപ്പം നേരത്തെ ജോലി തീരും. അങ്ങനെയാണെന്ന് നമുക്ക് കളിക്കാം. നാളെ ജോലി ചെയ്യണം. ട്രെയിനോട്ടേക്ക് മിക്കവാറും. നാളെ ഫുള്ള് മഴ കാണിക്കുന്നത്. നാളത്തെ മഴ ഇന്നേ പ്രഡിക്റ്റ് ചെയ്തു. അല്ല ഇന്ന് നമ്മുടെ മാനേജറും പറഞ്ഞു നാളെ മഴയായിരിക്കും ചിലപ്പോ. പറഞ്ഞു. എടാ ഗൈസ്, നിങ്ങൾക്ക് ഈ ടൈപ്പ് വ്ളോഗ് ഇഷ്ടപ്പെടുന്നില്ല? വേറെ കാര്യമൊക്കെ ചോദിക്കാണ്ട്. ഞാൻ ജോലി കഴിഞ്ഞ് എല്ലാ ദിവസം വരുമ്പം ഒരു 6:45 ചില ദിവസം 7 മണിയോളം, 7 മണിക്ക് ദിവസങ്ങളിൽ 7 മണിയാവും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ അമ്മേൻ്റെ അച്ഛൻ്റെയും ഭാഗങ്ങളൊക്കെ കാണണമെങ്കിൽ ശ്രീയർ എടുക്കും അല്ലേ? അതുപോലെ ശ്രീയറിൻ്റെ എഡിറ്റിംഗ് പരിപാടി അതെല്ലാം ഇവ കാണിച്ചു തരും, എല്ലാം കാണിച്ചു തരും. കമന്റ് ഡൗൺ ബിലോ. നിങ്ങൾ പറഞ്ഞാൽ മതി. അതാകുമ്പോൾ വ്ളോഗ് ത്രൂ ഔട്ട് ഡേ എല്ലാം കാണും നിങ്ങൾ. പിന്നെ ഞാൻ വരുമ്പോൾ ഉഷാറാക്കും നമ്മൾ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറയണം കേട്ടോ. ഇപ്പം നമ്മൾ അജയൻ്റെ വീട്ടിൽ പോന്നു, ഒരു നാടൻ വെള്ളം അടിക്കുന്നു. അവിടെ എന്നാ വണ്ടി കെട്ടിയേ? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലേ? സ്റ്റാർട്ടൊന്നുമില്ല. വണ്ടി മച്ചാ പ്രസാറിനെ പോലെ തന്നെ വികാരങ്ങളായി വണ്ടി. പ്രണവേട്ടൻസ് കമേറോ, മല്ലു കമേറോ. എടാ ഇവ പേര് വെച്ചോട്ടോ. ഇത് നേരത്തെ ഉണ്ടല്ലോ ഓട്ടോ അടി. അത് പിന്നെ സ്പോൺസർഷിപ്പാ. അതെയാ? വിട്ടോ എടാ നോക്കെ പാക്കണം. ശരി ശരി. Alright. സംഭവം അടിച്ചു കേട്ടാ വണ്ടിയല്ലേ? ഉണ്ട്. അയ്യോ ഇവിടെ കറണ്ട് വിഷയം എന്നാ? എടാ ഇത് കറണ്ട് വരുന്നില്ല. എടാ ഇവിടെ കറണ്ട് വന്നില്ല മച്ചാ. സംഭവം അറിയാ? ഇത് അടിക്കുന്നത് ബ്രോ ഇവിടെ അല്ല, അപ്പുറം. അല്ല അവിടെ പ്ലാസ്റ്റിക് അല്ലേ? അവിടെ അജയ് അതിനടിച്ച അതിനടി അവിടെ അടിക്കും. പ്ലസും മൈനസും ഇല്ലടാ. വരണ്ടയാ? ഈ കേബിളിന്റെ വിഷയം. കേബിളിന് പ്രശ്നം വരില്ല. അതെന്ത് ഇന്നലെ വാങ്ങിയ കേബിളാണ്. ഈ കേബിൾ കുത്തില്ല വണ്ടി അടിച്ചു പോയത്. ഒന്നുമില്ല, വണ്ടി കേടാവുന്നു, നമ്മൾ ബോണറ്റ് പൊക്കി നോക്കുന്നു. ഈ കേബിൾ കുത്തിട്ട വണ്ടി അടിച്ചു പോയത്. എക്സ് വണ്ടി അടിച്ചു പോയിട്ടുണ്ട് വണ്ടി. അജയ് എന്നത്തോട് ഞാൻ വീടും തൊടാം. അല്ല ഇത് പോയതാ മച്ചാനെ. വേറെ കേബിൾ ഉണ്ടോ? കേബിൾ അല്ല ഇത് പ്ലസ് മൈനസ് കറക്റ്റാ. പക്ഷെ അതിന് സ്പാർക്ക് വരണം. സ്പാർക്ക് എന്തിനു നിങ്ങൾ ഈ വണ്ടി എടുത്തു? എന്റെ അച്ഛൻ്റെ വണ്ടിയാ ആദ്യമായിട്ട് എടുത്ത. പക്ഷെ അച്ഛൻ വണ്ടി ഐശ്വര്യം പക്ഷെ ഇതിൽ കറണ്ട് വന്നതിന് അതിലേക്ക് വെക്കാൻ പറ്റും. പ്ലസും മൈനസ് അജയുടെ അറിയുന്നവരെന്തെല്ലോ ചെയ്യുന്നുണ്ട്. ഈ വയറല്ലമ്മ. ഗൈസ് നിങ്ങളത് കണ്ടില്ലല്ലോ. ഞാൻ കഥ പറഞ്ഞ ഞാൻ എന്റെ IQ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാം. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താ പോലെ. ഞാനിങ്ങനെ കുത്തി നോക്കി അപ്പൊ കറണ്ട് വന്നില്ല. അപ്പത്തേക്ക് ശ്രീരായ എന്റെ അടുക്കാൻ വന്ന്. അപ്പത്തേക്ക് എനിക്ക് ബോധം അപ്പത്തേക്ക് ഞാൻ ശ്രീരായന്റെ അടുക്ക ഇങ്ങനെ ആംഗ്യം ഭാഷ കാണിച്ചു കൊടുത്ത്. അത് അതിന്റെ ഇടയ്ക്ക് അവൻ നോട്ടല്ലോ അവന്റെ ക്രെഡിറ്റ് കയറ്റി. മനസ്സിലായ ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്പാർക്ക് വരുന്നില്ലായിരുന്നു. അതൊക്കെ കേബിളിന്റെ അറ്റത്ത് സ്പാർക്ക് ഇല്ല. അത് ഞാൻ എന്റെ IQ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു അവരോട് കേബിളിന്റെ അപ്പുറം ഇപ്പുറം കുത്ത, കേബിളിന്റെ അവിടെ കുത്തി ഇവിടെ കുത്തി, ഇവിടുന്ന് അവിടുത്തെ അവിടെ കുത്തി. അപ്പോഴേക്കും ആ സ്പാർക്ക് പൊട്ടിത്തെറിക്കാനായി
പക്ഷെ വർക്കായി. മച്ചാ ഓണായോ? നല്ല കുത്തലായിരുന്നു കേട്ടാ. അവൻ തന്നെ ഞാൻ ചുമ്മാ അജയ് ആയിരുന്നേ, ഞാൻ വെറുതെ കടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു. അജയ് ഞാനല്ല കേട്ടോ, അവൻ തന്നെയാണ്. ഒന്നുമില്ല, അവിടെ ഓണാക്കോ, ഓണാക്ക് ആയില്ല, പാർക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് നാരങ്ങളും ട്രാക്ക് മാറ്റസ് സുധിയേ പേരായിരുന്നു. പൊളിച്ചത്ത് ആ അതെല്ലാം ഓഫാക്കിട്ട് മറ്റേ സംഭവം നേരത്തെ തരം കട്ടിയാ എല്ലാം ഓഫാക്കണം. എല്ലാം ശരിയാക്കിണ്ടേ മച്ചാനെ. പൈസ ബാങ്കിലിട്ടാ മതി. ഓക്കെ അല്ലേ? എന്റെ സ്വീറ്റ് ടച്ച്, ഫെദർ ടച്ച് അത് ചെയ്തിട്ടാ നേരത്തെ സ്പാർക്ക് വരാനുണ്ട്. വീടെത്തുന്ന ഓഫാക്കണ്ടാ, അത് ഓണാക്കി അതിൽ കിടന്നോ. ഓഫ് ആവുന്നതിന്റെ പിന്നെ വിട്ടോ. അത് എങ്ങനെയോ സ്റ്റാർട്ടായി ഭാഗ്യത്തിന്. ഇതിപ്പോ ഓഫ് ആവാ. രണ്ടാ തുടങ്ങാൻ മച്ചാനെ. ഇത് ഓഫായില്ലോ. ഓക്കെ അപ്പൊ ശരി. ഞാനില്ലായിരുന്നെങ്കിൽ അല്ലേ എന്ത് ചെയ്യാനാ. അപ്പൊ വണ്ടി നമുക്കൊരു ചെറിയ പണി വന്നോണ്ട് ഇന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ 10:30 ഓക്കെ. ഏതാ വണ്ടി അത്? അംബാസിഡറാ? അറിയാൻ മേല, വിവരത്തിന്റെ കുഴപ്പമാണ്. ഇവന്റെയും കൂട്ടിയിട്ടാണ് ഞാൻ റോൾസ് റോയ്സ് വാങ്ങാൻ പോകുന്നത്. എന്നെ എടാ മക്കളെ, ഓക്കെ ബൈ. ശരി ശരി, നാളെ പൂളിൽ ഒന്നും കൊണ്ട് വിളിക്കാം. ഓക്കെ, എന്തെങ്കിലും പരിപാടികൾ നമ്മൾ ശരി എന്നാ സെറ്റപ്പ് ആക്കുവാണെങ്കിൽ വിളിക്കാം. 10:30 നമുക്കിട്ട് പോവാം. രാവിലെ എണീറ്റ് 4:30 ജിമ്മിൽ പോകേണ്ടതാണ്. രാവിലെ വ്ളോഗ് എടുക്കുന്നില്ല. രാവിലെ ആകെ ആ ഒരു 45 മിനിറ്റ് നമ്മളിങ്ങനെ പെട്ടെന്ന് അടിച്ചു. പീസ് ഇട്ടൂടെ? വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? വീട്ടിൽ പോയിട്ട് കാണാം. അതെയോ? കാണാം. എന്തൊക്കെയോ പറയാനുണ്ട്. വീട്ടിൽ എത്തിയിട്ട് കാണാം. ശരി, ബൈ. ശരിടാ. കാർഡ് വർക്കാവുന്നില്ല, എടുത്ത ടാപ്പ് വർക്കാവുന്നില്ല. മുന്നോട്ട് പോകണം. ഞാൻ പുറകോട്ടും. ഇൻ ദ കോക്ക്പിറ്റ്. എണ്ണ അടിക്കാൻ കയറിയതല്ലേ? ആ എണ്ണ അടിക്കാം. നാളെ ജോലിക്ക് പോണ്ടല്ലേ, രാവിലെ സമയമില്ല. ഇപ്പൊ എടുത്ത എണ്ണേന്റെ പ്രൈസ് കണ്ടോ ഗൈസ്? 2.6. 2.6 എന്ന് പറയുമ്പോ അത് ഏറ്റവും കുറഞ്ഞ എണ്ണ കാട്ടാ. 3 ഗ്രേഡ് എണ്ണയുണ്ട്. ഒന്ന് മീഡിയം, ഒന്ന് ഭയങ്കര സൂപ്പർ കാർസ് എണ്ണൊക്കെ അടിക്കുന്നത്. നമ്മൾ റോഡിൽ സാധാരണ സാധനം അടിക്കാം. ലാസ്റ്റ് വന്ന വണ്ടി അടിച്ച എണ്ണേന്റെ പ്രൈസ് കണ്ടോ? $60. അത് എത്ര ഒന്ന് കൂട്ടി? 60 × 80 എത്ര? 3. ലാസ്റ്റ് വന്ന വണ്ടി $60 എണ്ണ അടിച്ചത്. അന്നേരം എത്ര US? ഏകദേശം 5000 രൂപ. 5000. അത് നോർമലാ നാട്ടില്? 5000 രൂപ ഫുൾ ടാങ്ക് എണ്ണയാ? ആയിരിക്കൂലേ? ഓക്കെ, അല്ല എനിക്കറിയാം നാട്ടിലെ കണക്ക് വലിയ പിടിയില്ല. ഇന്ന് തേഴ്സ്ഡേ അല്ലേ? ഇന്ന് തേഴ്സ്ഡേ അല്ലേ? അതെ. അതെ. ഇന്ന് വ്യാഴാഴ്ച അല്ലേ? ഇന്ന് 4 ദിവസമല്ലേ? ആ 4 ദിവസേ. ഓക്കെ, ജിമ്മ് ഇന്നും പോയിനി. പിന്നെ പ്രോഗ്രാം സ്ട്രക്ചർ ഫിനിഷ് ആക്കി. ബൈക്കിന്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ബുക്ക് ഓൾമോസ്റ്റ് ഒരു മേ ബി ഒരു 20 പേജസും കൂടി ഉണ്ടോ. അത് നാളെ തീർക്കും കേട്ടോ. ഓക്കെ, അത് ഓൾമോസ്റ്റ് തീരാനായി. 14 റീൽസ് നമ്മൾ എത്ര ഇട്ടാ? 8 ഇട്ടാ? പെട്ടെന്ന് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. 7 ഇട്ടിട്ടുള്ളൂ. ഓക്കെ, 8 പിന്നെ വ്ളോഗ് ഡെയിലി എത്രണ്ണായി ഇപ്പം? 4 ഔട്ട് ഓഫ് 7. പിന്നെ 3 ദിവസം ബോക്സിങ്, 2 ദിവസം ഒരു ദിവസം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ദിവസമേ പോയുള്ളൂ. പിന്നെ ഒരു ദിവസം ബോക്സിങ് മറ്റേ കോച്ച് ക്യാൻസൽ ആക്കിയാണ്, നമ്മൾ ക്യാൻസൽ ആക്കിയല്ല. പിന്നെ വൈബ്സോണിന്റെ റീല്, ക്ലോത്തിങ് ബ്രാൻഡിന്റെ റീല് എടുത്തില്ല ഇതുവരെ. നമുക്ക് ശനിയാഴ്ച എടുക്കാം.
അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നാളെ പിന്നെ Rain out ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം എടുക്കാം, ഇല്ലെങ്കിൽ ശനിയാഴ്ച എടുക്കാം. ഓക്കെ ഗൈസ്, പ്രോഗ്രസ് ഇതാണ് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നത്. ഓക്കെ, നിങ്ങൾ നല്ല തന്നെ റീലും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണണം. അതുപോലെ തന്നെ നമ്മളെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കണ്ടോ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടോ, പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സാധനങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മുന്നോട്ട് പോകേണ്ടത്, ജിമ്മ്, ബുക്ക് വായന, നോളജ് വർദ്ധിപ്പിക്കുന്നത്, പോഡ്കാസ്റ്റ് കാണുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഐഡിയ ഉണ്ടാക്കുന്നത്, ഡെയിലി ലൈഫിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുന്നത്, ഡെയിലി ലൈഫിൽ ചെയ്ത് തീർക്കാനുള്ള ടാസ്കുകൾ എഴുതി വെക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പുഷ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ നിങ്ങൾ കണ്ടന്റ് ഫുൾ കൺസ്യൂം ചെയ്തോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങൾ മൊത്തം ഫോക്കസ് ആയിരിക്കണം. എന്നാലേ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ലൈഫും കൂടി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരും കൂടി സപ്പോർട്ട് ചെയ്തോ. അത് നല്ല കാര്യം തന്നെയാണ്, ഞാനും ചെയ്യുന്ന പരിപാടി തന്നെ. പക്ഷേ എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള കണ്ടന്റ് കാണുന്നത്. ഓക്കെ, ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ഈ ചാനലിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലെങ്കിൽ കാണാൻ നിൽക്കണ്ട. കാര്യമായിട്ട് പറയുകയാണ്. വെറുതെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി പറയും, നെഗറ്റീവ് അടി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പിള്ളേരുമായിട്ട് അടിയാക്കില്ല, അങ്ങനത്തെ ഒന്നും വേണ്ട. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ചാനലാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചാനലാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് മൈൻഡിലുള്ളൊരു ചാനലാണ്. എല്ലാവരും ഒരു ഫൺ രീതിയിൽ കാണുന്ന ഒരു ചാലഞ്ചാണ്, ഒരു ചാനലായത്. അതുകൊണ്ട് ഇവിടെ നെഗറ്റിവിറ്റി, മറ്റേ റിലീജിയൻ പറച്ചിൽ, അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ വേണ്ട. അതൊക്കെ മാറ്റി നിർത്തണം. ഓക്കെ, നമ്മളെ കുറച്ച് പോസിറ്റീവ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ട്രോളും പരിപാടിയും, അതുപോലെ തന്നെ നമ്മളെ പിള്ളേരുടെ കുറേ കാര്യങ്ങളും കമൻറ്റുകളും അതൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ചാനലാണിത്. നെഗറ്റിവിറ്റി തള്ളി നിൽക്കുന്നു നമ്മൾ, അല്ലേ ശ്രീജതല്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് നെഗറ്റിവിറ്റിയാണ് നിങ്ങൾ മനസ്സെങ്കിൽ വൈബ്സ് ഓൺ നിങ്ങൾക്കില്ല ചാനലല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ നിങ്ങൾക്ക് പറയാനില്ല ഗൈസ്. ഉഷാറായിട്ടിരിക്കും, പവറായിട്ടിരിക്കും. നാളെ കാണാം. ഓക്കെ, പീസ്. പോകാൻ പറ്റി. ഞാൻ എന്താ പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അല്ല, ചാനൽ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. എന്റെ Sri.vc ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി ഫോളോ ചെയ്യും. ഞാൻ റീൽസ് ഇറക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നാളത്തെ വ്ളോഗ് കുറച്ചും കൂടി നേരത്തെ തുടങ്ങാൻ പ്രേക്ഷകർ പറഞ്ഞാൽ തുടങ്ങും. നിങ്ങൾ എന്താ വേണ്ടി വെച്ചാൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ പ്ലീസ്.